ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് പാകിസ്ഥാനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ ഇനി 7 ദിവസത്തേക്കും കൂടി മാത്രമേ അവരുടെ എണ്ണ ശേഖരം അവരുടെ കയ്യിലുള്ളൂ. ഇനി ഒരു 5 മുതൽ 7 ദിവസത്തിന് ഉപയോഗിക്കാനുള്ള ഫ്യൂവൽ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ള ഒരു തുറന്നു പറച്ചൽ അവരുടെ പെട്രോളിയം മിനിസ്റ്റർ മുസാദിഖ് മാലിക് വിളിച്ചു പറയുകയാണ്. മുസാദിഖ് മാലിക് വിളിച്ചു പറഞ്ഞത് അത് മാത്രമല്ല, മുസാദിഖ് മാലിക് കുറച്ച് വിഷയങ്ങൾ ഇന്ത്യയെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഫിസിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം. അതായത് ഇന്ത്യ 67 ദിവസത്തെ ഓയിൽ ശേഖരം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് SPR ഇന്ത്യയുടെ കയ്യിൽ 67 ദിവസത്തേക്കുണ്ട്. ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി 67 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ അവരുടെ കയ്യിൽ കരുതൽ ശേഖരമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ മാലിക് പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീഡിയേഷൻ മാത്രം ചെയ്താൽ മതിയോ? നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് ഇന്ത്യ മറികടക്കുന്നത്? അവർക്ക് അത് മാത്രമല്ല, ഇന്ത്യ IMF ഡിപ്പെൻഡൻസിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമല്ല. അവിടെയാണ് ഫിസിക്കൽ ഫ്രീഡം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പാക് പെട്രോളിയം മിനിസ്റ്റർ മുസാദിഖ് മാലിക് എടുത്തു പറയുന്നത്. പുള്ളിക്കാരൻ അതിൽ വേറൊരു വിഷയം കൂടി പറഞ്ഞു വെക്കുന്നത്, എണ്ണ വിലയാണെന്നുണ്ടെങ്കിൽ $126 പെർ ബാരലായിട്ട് ഉയർന്നിട്ടുണ്ട്. യുദ്ധം അവസാനിക്കുമോ അവസാനിക്കില്ലയോ, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ബ്ലോക്കേഡ് എന്ന് മാറും, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് 2 മാസം പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പാകിസ്ഥാൻ എത്ര നാൾ ഇനി? അതാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. പാകിസ്ഥാന്റെ പൊതുജനങ്ങളും ഇതിനെ ചർച്ചയാക്കുന്നുണ്ട്. അപ്പം ബാങ്ക്രപ്സി ഉണ്ട് എന്നുള്ള വിഷയം കൂടി ഇപ്പം പുറത്തു വരുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് തന്നെ പാകിസ്ഥാൻ അംഗീകരിക്കുകയാണ് ബാങ്ക്രപ്സി ഉണ്ട്. കാരണം UAE അവരുടെ കടം ഉടനെ തന്നെ തിരികെ വേണമെന്ന് ചോദിച്ചതും, അപ്പോൾ അതിൽ പകുതി പൈസയാണ് ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത്. സൗദി അറേബ്യ കൊടുക്കാമെന്ന് ഏറ്റ മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പകുതി പൈസയാണ് പാകിസ്ഥാൻ ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇനിയും ഏതാണ്ട് 2 ബില്യണോളം കൊടുക്കാനുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ UAE പൈസ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മീഡിയ ദാവൻ എന്ന് പറഞ്ഞ ആ പത്രം ഇന്ന് അത് മാറ്റി പറയുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ പൈസ ഇല്ല. കൊടുക്കാമെന്ന് ഏറ്റ സൗദി അറേബ്യ പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുമില്ല. ഇപ്പം ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ശരിക്കും പറഞ്ഞൊരു പാവത്താനാണ്. അയാൾക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റോ കപ്പാസിറ്റിയോ ഒന്നും ഇല്ല. പുള്ളിയെ അവിടെ ഡമ്മി ആയിട്ട് ഇരുത്തി വെച്ചത് നവാബ് ഷെരീഫ് എന്ന് പറഞ്ഞ ഇയാളുടെ ജ്യേഷ്ഠനാണ്. നവാബ് ഷെരീഫ് 2012 ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. 2012 എന്താണ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ, സീപക് കോറിഡോർ ചൈനയുമായിട്ട് ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ ക്രൗൺ ഓഫ് ജ്വൽ, പാകിസ്ഥാൻ സ്വർണ്ണ തിളക്കത്തിൻ്റെ അടുത്താണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന സീപക് കോറിഡോർ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു. ഓരോ പാകിസ്ഥാനിയുടെയും ജീവിതം വല്ലാത്ത രീതിയിൽ മറിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ടൗൺഷിപ്പുകൾ വരാൻ പോകുന്നു. ഇവിടം സ്വർഗമാണെന്ന് കണ്ടിട്ടില്ലേ? അതിനകത്ത് ലാലു അലക്സിനെ ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ അത്തരത്തിൽ ഇവിടെയൊക്കെ ടൗൺഷിപ്പുകൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഷഹബാസ് ഷെരീഫ്, അതായത് ഗൾഫിലുള്ള അറബികളൊക്കെ വന്ന് ഇവിടെ പണിയെടുക്കാൻ പോവാണ്. അതുപോലെ ഇന്ത്യക്കാർക്കും നമ്മൾ ഇനി ജോലി കൊടുക്കും. അതായത് ഇന്ത്യക്കാർ വരെ ഇനി പാകിസ്ഥാനിൽ വന്ന് പണിയെടുക്കാൻ പോവാണ്. കാരണം പാകിസ്ഥാൻ ഗൾഫായി മാറാൻ പോവാണ്. അങ്ങനെയാണ് നവാബ് ഷെരീഫ് അന്ന് പറഞ്ഞു വെച്ചത് സീപക് കോറിഡോർ സൈൻ ചെയ്ത സമയത്ത്. ആ സീപക് കോറിഡോറിന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. സീപക് കോറിഡോർ അടച്ചു പൂട്ടി. അതായത് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അനലിസ്റ്റ് ഒന്നുമല്ല. ഇയാള് സിന്ധ് പ്രൊവിൻസിലെ CMന്റെ അഡ്വൈസർ ആയിരുന്നു. കൈസർ ബഗോളി എന്നാണ് ഇയാളുടെ പേര്. ഈ കൈസർ ബഗോളി ഇയാൾ ഒരുവിധം പാകിസ്ഥാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനെ കുറിച്ചുള്ള ജെന്യൂൻ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഇയാളുടെ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഇയാൾ അവിടെ സന്ദർശനം നടത്തിയ സമയത്ത്, ഗ്വാദാർ പോർട്ട് സന്ദർശനം നടത്തിയ സമയത്ത് അവിടെ വലിയ ചങ്ങലയിട്ട് ഒരു പൂട്ടിയിരിക്കുകയാണ് അവിടെ. അത് മീൻസ് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് കോമഡി. ഇപ്പം ഇത് ഇറാന് സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം റീസെൻ്റ് ആയിട്ട് തുറക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. വർഷങ്ങളായിട്ട് ഇതിപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, ഇത് അടച്ചു പൂട്ടിയിരിക്കുകയാണ് എന്നാണ് ഈ കൈസർ ബഗോളി പറഞ്ഞു വെക്കുന്നത്. ഈ സീപക് കോറിഡോർ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യക്കുള്ളിൽ ചില പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാർ നമ്മൾ സീപക് കോറിഡോറിൽ പങ്കെടുക്കണം, അത് ഇന്ത്യയുടെ വളർച്ചയെ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കും അത് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് നമ്മൾ സീപക് കോറിഡോറിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വളരെ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു മൻമോഹൻ സിംഗ്. വളരെ ഗ്രേറ്റ് ഡിസിഷൻ ആയിരുന്നു അതെന്നുള്ളത് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഒരു രീതിയിലുള്ള കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം.
അപ്പോൾ എന്തായാലും നമ്മളൊക്കെ പാകിസ്ഥാനിൽ പോയി പണിയെടുക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ വളർന്നിരുന്നുവെങ്കിൽ നമുക്ക് സന്തോഷമാണ്, സങ്കടമൊന്നുമില്ല കേട്ടോ. നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാരാണ്, എവിടെ പോയാലും നമ്മൾ പണിയെടുക്കും, അധ്വാനിക്കും. ഇന്ത്യൻസ് വി ആർ റെഡി ടു വർക്ക് എനിവെയർ എൽസ് ഇൻ ദ വേൾഡ്. അത് നമ്മൾ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് എവിടെ പോയാലും പ്രിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യും, നമ്മൾ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അധ്വാനിക്കുന്ന വർഗ്ഗമാണ്. അപ്പോൾ ഈ അധ്വാനിക്കുന്ന വർഗ്ഗത്തിന് ഒരു ദിവസമുണ്ടല്ലോ, അതാണ് ലേബേഴ്സ് ഡേ, തൊഴിലാളികളുടെ ദിവസം, മെയ് 1-ാം തീയതി. ആ മെയ് 1-ാം തീയതി സീപക് കോറിഡോറിൽ ഗ്വാദാർ പോർട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 2 കമ്പനികൾ, ആ കമ്പനികൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ മീറ്റ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ മെഡിസിൻ മാനുഫാക്ചറിങ്, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 കമ്പനികളെയും അടച്ചു പൂട്ടിയിട്ട് ഇവർ ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നോൺ മാർക്കറ്റ് കണ്ടീഷൻ, അതായത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചില കമ്പനികൾ പൂട്ടാറുണ്ട്. നോൺ മാർക്കറ്റിംഗ് റീസൺ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി മെൻഷൻ ചെയ്തിട്ടാണ് അവർ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. എന്താണ് നോൺ മാർക്കറ്റിംഗ് റീസൺ, എന്താണ് മാർക്കറ്റിംഗ് റീസൺ? ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ബേസിസിൽ ഒരു കമ്പനി അടച്ചു പൂട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കൊഡാക്ക് എന്ന് പറഞ്ഞൊരു ഫിലിം കമ്പനി ഉണ്ടായിരുന്നു, അതുപോലെ നോക്കിയ എന്ന് പറഞ്ഞൊരു ഫോൺ കമ്പനി ഉണ്ടായിരുന്നു. ഈ 2 കമ്പനികളും ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വന്ന പുതിയ ടെക്നോളജി ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാതെ പൊളിഞ്ഞുപോയ 2 കമ്പനികളാണ്. കൊഡാക്ക് കമ്പനിയും അതുപോലെ മറ്റൊന്ന് നോക്കിയയും. നോക്കിയ ആൻഡ്രോയിഡിൻ്റെ കടന്നുവരവിനെ ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ്. ഗൂഗിളുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കാൻ നേരത്തെ അവർ വേണ്ട, ഞങ്ങൾക്ക് ആൻഡ്രോയിഡ് വേണ്ട എന്ന് തീരുമാനമെടുത്ത് ഫിൻലാൻഡിൻ്റെ നോക്കിയ കമ്പനി ഞങ്ങളാണ് ഈ ഫോൺ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത് എന്ന് വിചാരിച്ച് അവർ സ്വപ്നലോകത്തായിരുന്നു. അതുകൊണ്ട് അവർ തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. കൊറിയയിലെ സാംസങ് കമ്പനിയുമായിട്ട് ഗൂഗിൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വലിയ രീതിയിൽ ആ കമ്പനിയുടെ റവന്യൂ ഉയർന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് വരെ സാംസങ് ചെറിയൊരു ഫോണായിരുന്നു, നോക്കിയയുടെ മുന്നിൽ പോലും സാംസങ് പിടിച്ചിരുന്നില്ല, ജസ്റ്റ് കളർ ഡിസ്പ്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആൻഡ്രോയിഡിൻ്റെ ആർട്ടിക്കുലേഷനോട് കൂടിയാണ് സാംസങ് വലിയ രീതിയിൽ മാർക്കറ്റ് കീഴടക്കുന്നത്. അതാണ് മാർക്കറ്റിംഗ് ബേസ്ഡ് ബിസിനസ് തകർച്ച, മനസ്സിലായി? അതാണ്. അപ്പം നോൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനികൾ അടച്ചു പൂട്ടിയതിന് മാർക്കറ്റിംഗ് അല്ല റീസൺ. ഇവർ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള കസ്റ്റംസിൻ്റെ പ്രഷർ, അതാണ്. കാരണം ഇവർ മീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഹസപ്പ് എന്ന് പറഞ്ഞ ഫുഡ് സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു അക്രഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോളിസി അനുസരിച്ചാണ് ഇവർ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നതും അത് സ്റ്റോറേജ് ചെയ്യുന്നതും. ഹസപ്പ് എന്ന് പറഞ്ഞാൽ HACCP എന്ന് വിളിക്കുന്ന ഹസപ്പ് എന്ന് പറയും. ഇതെല്ലാം തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ISO സ്റ്റാൻഡർഡൈസേഷനാണിത്. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ചാണ് ഇവർ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നതും അത് പ്രിസർവ് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് കമ്പനിയെ തന്നെ പാകിസ്ഥാൻ അവരുടേതായിട്ടുള്ള ചില നൂലാമാല നിയമങ്ങൾ ഉണ്ടാക്കി ഇവരെ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തിയിട്ട് ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് 30 മുതൽ 60 ദിവസങ്ങൾ വരെ ഈ മീറ്റ് ആ ഗ്വാദാർ പോർട്ടിൽ തന്നെ കെട്ടിക്കിടക്കേണ്ട സാഹചര്യം. ചൈനയുടെ ഷിപ്മെൻറ്റ്സ് മാത്രമാണ് ഈ ഗ്വാദാറിൽ നടക്കുന്നത്, മറ്റാരുടെയും ഷിപ്മെൻറ്റ്സ് അവിടെ നടക്കുന്നില്ല. ആ ഷിപ്മെൻറ്റുകൾക്ക് പോലും ഇവർ കൃത്യമായിട്ടുള്ള ക്ലിയറൻസ് കൊടുത്ത് ഇവർ കൃത്യസമയത്ത് ആ കസ്റ്റംസ് ക്ലിയറൻസ് റെഡിയാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ചൈനയുടെ കമ്പനി വളരെ ഓപ്പൺ ആയിട്ട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കസ്റ്റംസ് പോളിസിയെക്കുറിച്ച് ക്ലാരിറ്റി വേണം. ഇതെവിടെയാണ് പറഞ്ഞത്? പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഒരു ബിസിനസ് ടു ബിസിനസ് സബ്മിറ്റ് ചൈനയിൽ നടക്കുന്നുണ്ട്, അവിടെ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ഹാങ് ഹോങ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ചെയർമാൻ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർക്ക് നേരെ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. അതായത് നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള നൂലാമാലകളുണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ പാകിസ്ഥാൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് അവർ വല്ലാത്ത രീതിയിൽ ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. അതായത് ഈ ഗ്വാദാർ പോർട്ടിന് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്ന വിഷയത്തിൽ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ ഇലക്ട്രിസിറ്റി പാകിസ്ഥാൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറുന്നത്. ആ പ്രൈവറ്റ് കമ്പനിക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി പാകിസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വഴി കൃത്യമായിട്ട് ഈ ഗ്വാദാർ പോർട്ടിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ചൈനയ്ക്ക് ഹ്യൂജ് എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, കറണ്ട് ബില്ല്. അപ്പോൾ ആ കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് പാകിസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പവർ സപ്ലൈ ഇവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റും അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. എന്നാൽ അതേസമയം ഇവരുടെ കയ്യിൽ നിന്നും താരിഫ് കൂട്ടി ഇവർ ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള പേയ്മെൻറ്റ്, ഈ മാസം ഒരു താരിഫ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം വേറൊരു താരിഫ്, അങ്ങനെ നിരന്തരം ഇലക്ട്രിസിറ്റി ബില്ല് ഉയർത്തിക്കൊണ്ട് കൂടുതൽ തുക. ഇപ്പം ഇതുപോലത്തെ പോർട്ടിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമേഴ്ഷ്യൽ ഇലക്ട്രിസിറ്റി ബില്ലാണ് വരിക. അപ്പം ഇതിന് ലക്ഷക്കണക്കിലായിരിക്കും ഇതിൻ്റെ ബിൽ പേയ്മെൻറ്റ്സ് വരുന്നത്, മന്ത്ലി തുക വരുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിൽ ബില്ലിൽ ചെറിയ വേരിയേഷൻ ഒരു യൂണിറ്റിൽ വന്നാലും അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. 50,000 60,000 ഒക്കെ ബില്ലിൽ വേരിയേഷൻ ഉണ്ടാക്കും.
അപ്പോൾ അത്തരത്തിലുള്ള ബില്ലിലുള്ള ഫ്ലക്ച്വേഷൻസ് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർക്ക് നേരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തുറന്നടിക്കുകയാണ് ചെയ്തത്. അവിടെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ നാണം കെട്ട് മടങ്ങേണ്ട സാഹചര്യമാണ് ചൈനയിൽ നിന്നും. അതായത് ഇവർക്ക് എവിടെ പോയാലും അവിടെ ഓരോ ഡാഡീസ് ഉണ്ട്. അമേരിക്കയിൽ ട്രംപ് ഡാഡി, ഏഷ്യൻ സൈഡിൽ ചൈന ഡാഡി, അങ്ങനെ ഓരോ സ്ഥലത്തും ഇവർക്ക് ഓരോ ഡാഡിമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ആരെ പ്രീണിപ്പിച്ചെങ്കിലും ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ആരുടെ കാലിൽ വീഴാനും തയ്യാറെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അറബ് മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സൗദി അറേബ്യ ഡാഡി. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും ഓരോ ഡാഡിമാരുണ്ട് ഇവർക്ക്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ചൈന ഏതാണ്ട് $66 ബില്യൺ ഈ സീപക് കോറിഡോറിൽ കളഞ്ഞത്. ചൈനയ്ക്കുള്ളിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അവർ വളരെ വ്യക്തമായിട്ട് ഓഡിറ്റേഴ്സ് എന്ന് വിളിക്കും. ഈ ഓഡിറ്റേഴ്സ് എല്ലാം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാകിസ്ഥാനിൽ നമ്മൾ മുടക്കിയ പൈസ കൊണ്ട് നമുക്ക് 5ന്റെ ഗുണമുണ്ടാവില്ല എന്നുള്ളത് തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാലും പാകിസ്ഥാനെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിട്ട് കരുതിക്കൊണ്ട് ചൈന കീപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചൈന ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പാകിസ്ഥാന്റെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് റെവല്യൂഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കാനോ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീലങ്കയിൽ ചൈന എന്താണ് ചെയ്തത്? ആ മാതൃക തന്നെയാണ്. ഇവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ സ്ട്രിംഗ് ഓഫ് പേൾസിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഗ്വാഡാർ പോർട്ട്. ആ ഗ്വാഡാർ പോർട്ടിന് വേണ്ടി മാത്രമാണ് ചൈന പണം മുടക്കുന്നത്, അല്ലാതെ പാകിസ്ഥാന്റെ എക്കോണമിയെ പുഷ്ടിപ്പെടുത്താനല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ അനാലിസ്റ്റ് കൈസർ ബഗോളി പറയുന്നുണ്ട്. അയാൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഗ്വാദാർ പോർട്ട് നോട്ട് ടുക്ക് അപ്പ്. അത് ഇതുവരെ ടേക്ക് ഓഫ് ആയിട്ടേ ഇല്ല, അതങ്ങ് ചത്ത് കിടക്കാണ്. ചൈനാസ് ഇൻട്രസ്റ്റ് ഇൻ ഗ്വാദാർ പോർട്ട് is completely military oriented, not for Pakistan's economy. വളരെ വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇത് സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ്. പാകിസ്ഥാന്റെ ഗ്വാദാർ പോർട്ട് യൂസ്ഫുൾ ഫോർ ചൈനാസ് സ്ട്രിംഗ് ഓഫ് പേൾസ്. പാകിസ്ഥാനിലെ ഈ $66 ബില്യൺ ചൈന വെള്ളത്തിൽ അങ്ങ് കളഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ വിഷയം എന്തുകൊണ്ടാണ് ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് കൊണ്ട് മീഡിയേറ്ററായിട്ട് ഭയങ്കരമായിട്ട് പൊസിഷൻ ചെയ്തിരുന്ന ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പാകിസ്ഥാൻ, അന്ന് പാകിസ്ഥാന്റെ മീഡിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ മീഡിയ മൊത്തത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പാകിസ്ഥാനിൽ ബാങ്ക്രപ്സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഫ്യൂവൽ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെല്ലാം പരിഭ്രാന്തരാണ്. ഇന്ത്യയെ നോക്കി വായും പൊളിച്ച് നിൽക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് ചില മിനിസ്റ്റേഴ്സ് പറയുന്നത് ഇന്ത്യ എടുത്ത് ചോദിച്ചിട്ട് ഒരു 7 ദിവസത്തേക്കുള്ള എണ്ണയെങ്കിലും ഒരു സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ എടുത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒപ്പിട്ട് കൊടുക്കാനുള്ളതല്ല. അത് ഒരു രാജ്യം അങ്ങനെ ചെയ്യാറില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് ഇപ്പം ജപ്പാനൊക്കെ നമ്മളെക്കാളും ഒരുപാട് 200-ലധികം ദിവസങ്ങൾക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് കരുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ കരുതലാണ് ഇതൊക്കെ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിസിക്കൽ ഫ്രീഡം നമ്മളിപ്പോൾ കരുതി വെച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഫ്രീഡം നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഉയർന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മളുടെ എക്സൈസ് ഡ്യൂട്ടി അതിൽ നിന്നും ഗവൺമെൻറ് ആ തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ സൈഡിലേക്ക് ആ നഷ്ടം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ആ വിലവർദ്ധനവ് പുഷ് ചെയ്യണ്ട എന്നുള്ള തീരുമാനം ആദ്യഘട്ടങ്ങളിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലും വില ഉയർന്നേക്കാം, ഇല്ലാന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതുവരെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ സൗദി അറേബ്യയിലുള്ള ചില വിരുദ്ധന്മാർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നിൽക്കുകയാണ്. അതുപോലെ അമേരിക്കയിൽ നിന്നും ചില ആൾക്കാർ ഓൾറെഡി തന്നെ അവിടെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ചൈനയുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഇടയ്ക്ക് സ്വർണം കണ്ടെത്തി, അതേപോലെ കടലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണശേഖരം ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇതേപോലെ സ്റ്റണ്ട് ഇറക്കും. ഞങ്ങൾ അത് കണ്ടെത്തി, ഇത് കണ്ടെത്തി, അതുകൊണ്ട് പാകിസ്ഥാൻ ഇനി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മൂടാൻ പോവുകയാണ്, പാകിസ്ഥാൻ വലിയ രീതിയിൽ ഉന്നതിയിലേക്ക് എത്താൻ പോവാണ് എന്നുള്ള തരത്തിൽ പല ഡയലോഗുകളൊക്കെ ഇവർ അടിക്കും. പക്ഷേ എന്തുകൊണ്ടോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എഡ്യൂക്കേറ്റഡ് ഉണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് മതം എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്. ഇതാണ് അവരുടെ പരാജയം. അവർക്കൊന്നും തന്നെ മതം വിട്ട് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ അവർ കിടന്ന് എഴയുന്നത്. കാരണം പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടവർ എന്ത് തീരുമാനമെടുത്താലും അവർക്ക് ഉടനെ തന്നെ ഫത്വകൾ ആവശ്യം വരും. ഈ ഫത്വ പുറപ്പെടുവിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ മതപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആ രാജ്യത്ത് പോയി എഗ്രിമെൻ്റ് വെച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അവിടെ കുറച്ച് പൊളിറ്റീഷ്യൻസ് ഇരിപ്പുണ്ട്, അവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ആർമി, അവിടുത്തെ സ്ട്രക്ചർ തന്നെ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെ അവിടെ ശരിയല്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ കിടന്ന് എഴയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്ക് നല്ല
രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വരട്ടെ, ആ ജനങ്ങളും നല്ല രീതിയിൽ ജീവിക്കട്ടെ, നമുക്ക് അതിനകത്ത് യാതൊരു പരാതിയില്ല. പക്ഷേ അതിനുള്ള സാഹചര്യം ഒരുക്കാനുള്ള മാനസികാവസ്ഥ പാകിസ്ഥാനെ നയിക്കുന്നവർക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചൈനയൊക്കെ കൂട്ടുപിടിച്ച് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ അവർ തികഞ്ഞ പരാജയമായി തീരുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. ഇപ്പോൾ IMFന്റെ അടുത്ത് ഞങ്ങൾക്ക് ബെയിൽ ഔട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിരവധി മിനിസ്റ്റേഴ്സ്, യങ് മിനിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഇപ്പം പുറത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അതിലൊരാളാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്ത മുസാദിഖ് മാലിക് എന്ന് പറഞ്ഞ അവിടുത്തെ പെട്രോളിയം മിനിസ്റ്റർ. അയാളൊക്കെ ഇന്ത്യയെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫിസിക്കൽ ഫ്രീഡം, അതുപോലെ തന്നെ ഇന്ത്യയുടെ കരുതൽ ശേഖരം, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്, ഇതിനെയൊക്കെ അഭിനന്ദിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് പാകിസ്ഥാൻ മീഡിയയിൽ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.